ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കണേ. നമുക്ക് വലിയ പഴക്കമായിട്ടില്ല, ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ അയച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ, വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ആവശ്യമാണെങ്കിൽ അയച്ച് ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ച് അയക്കണം നമ്മൾ കേട്ടോ. ഇതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ യൂണിറ്റ് അതൊക്കെ നിലവിൽ നോർമൽ സാധാരണ ഒരു വെച്ച് നോക്കുമ്പോൾ നോർമൽ തേമാനൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബെൻഡക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, വർക്കിംഗ് ഒക്കെ കറക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന യൂണിറ്റാണത്. CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. വർക്കിംഗ് ഒക്കെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനും നോക്കുന്നുണ്ട്. ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഇതുമായി യൂസ് ചെയ്തേക്കുന്നത്, നല്ല ബെൽറ്റാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ASP ഒരു പൈപ്പ് പൊട്ടി കിടക്കണം. അതിൻ്റെയാണ് ശരിക്കും ഒരു പതറിയ സൗണ്ട് അതിനൊക്കെ ഉള്ളിൽ നിന്ന് വന്നത്, അതിൻ്റെയാണ്. അപ്പോൾ ഈ പൈപ്പ് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ, കാരണം നമ്മൾ അഡീഷണൽ ഇൻസുലേറ്റ് ഒന്നും ചെയ്താലും നിൽക്കുകയൊന്നുമില്ല. അതിനുള്ള റേറ്റ് ഉള്ളൂ, നമുക്കത് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ല ഫിൽറ്ററാണ്. ഇവിടെ തന്നെയാണ് എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൽ മതി. സ്പാർക്ക് പ്ലഗ് ആയാലും വലിയ പഴക്കമില്ലാത്ത പ്ലഗ് കിടക്കാൻ, അപ്പോൾ തൽക്കാലം അത് തന്നെ യൂസ് ചെയ്യാം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അതിൻ്റെ ഫ്രണ്ടിലെ കുഷൻ അസംബ്ലിയുടെ ഈ റബ്ബർ അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഡാമേജ് വരും, കാരണം ഡയറക്റ്റ് റോട്ടിൽ നിന്നുള്ള ആ ഒരു ഷോക്ക് ഒക്കെ കിട്ടണത് ഇതുമേക്കാണ് കേട്ടോ. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ചതഞ്ഞ രീതിയിലാവും, അപ്പോൾ അത് മാറേണ്ട ടൈം ആയിട്ടുണ്ട്. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ മതി, വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ ഇരിക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായാലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, കംപ്ലയിൻ്റ് ഒന്നുമില്ല. 12.83 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കാണാം, എസ്റ്റിമേറ്റ് നോക്കാം, ഡെലിവറി ടൈം കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ തന്നെ തരാം.